പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തന്നെ ഷോൾഡറിൽ കൈവയ്ക്കാം. പക്ഷേ രണ്ട് കൈ. ഇനി നീ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുട്ടിന്റെ അവിടെ വയ്ക്കാം. ഓക്കെ. ഫീറ്റ് എന്ന് പറയുമ്പോൾ ഫീറ്റിന്റെ അവിടെ വയ്ക്കാം. അതൊന്ന് വെച്ച് നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. ആ പറ്റും. ഓക്കെ. ഹെഡ്. ശരി. ക്യാപ്പ് എന്ന് പറയുമ്പോൾ ക്യാപ്പ് എടുക്കാം. ആദ്യം ആരാണോ ക്യാപ്പ് എടുക്കണേ അവര് ചെയ്യിക്കും. റെഡി? ഒന്ന് നല്ല 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 പോലെയൊക്കെ നിന്ന് അകന്ന് നിന്ന്. റെഡി? നിങ്ങളെല്ലാവർക്കും മനസ്സിലായില്ലേ ഗെയിം എന്താന്ന്? മനസ്സിലായല്ലേ? ശരി. ഷോൾഡർ, ഹെഡ്, നീ, ഫീറ്റ്, 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 നീ, ഷോൾഡർ, നീ, ഷോൾഡർ, ഹെഡ്, നീ, ഷോൾഡർ, ഹെഡ്, നീ, ഷോൾഡർ, ഹെഡ്, ഹെഡ്, നീ, ഷോൾഡർ, ഫീറ്റ്, ഹെഡ്, നീ, ഷോൾഡർ, 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 നീ, ഷോൾഡർ, ഹെഡ്. ആർത്തി ജയിച്ചു. ഓക്കെ. ഹെഡ്, ഷോൾഡർ, ഫീറ്റ്, ഷോൾഡർ, ഹെഡ്, ഫീറ്റ്, ഷോൾഡർ, നീ, ഹെഡ്. നേരെ നിൽക്കണം കേട്ടോ. ഹെഡ് എന്ന് പറയുമ്പോൾ ഷോൾഡർ, ഫീറ്റ്, ഷോൾഡർ, ഫീറ്റ്, ഷോൾഡർ, ഹെഡ്, ക്യാപ്പ്. വിട്ടുകൊടുത്തെന്തിനാ? ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയുണ്ട്? ഒന്നും ദേഹമൊക്കെ അനങ്ങിയില്ലല്ലോ. എന്താ പറയുക? ഒരുപാട് സന്തോഷം ചേച്ചി. ഞങ്ങൾ അബുദാബിയിൽ നിന്നൊക്കെ വന്നിട്ട് ഇത്രയൊക്കെ ഞങ്ങൾ സ്നേഹിച്ചില്ല അല്ലേ? കൺഗ്രാറ്റുലേഷൻസ് വിക്കിത് ആൻഡ് ഹരിത. കൺഗ്രാറ്റുലേഷൻസ്. ഹരിത വാങ്ങിച്ചോളൂ. അയ്യോ എനിക്ക് നിങ്ങള് കുറച്ചുകൂടി കഴിയും. പാവം. കൺഗ്രാറ്റുലേഷൻസ്. രണ്ട് കൺഗ്രാറ്റുലേഷൻസ്. ബേബി ആയതിന് കൺഗ്രാറ്റുലേഷൻസ്. ഗിഫ്റ്റിനും. പേരെന്താ? മനോജ്. മനോബിൻ. വെറൈറ്റി ആണ്. ഓക്കെ. പേരെന്താ? മൈക്ക് കൊടുക്കോ. വിഷ്ണു. ഓക്കെ. റിയാസ്. രതീഷ്. നിഷാദ്. ജിത്തു. ഞാൻ നിങ്ങളോട് ഓരോ ഐറ്റംസ് പറയും. നിങ്ങൾ ക്രൗഡിൽ നിന്ന് ആ ഐറ്റം വാങ്ങിച്ചിട്ട് വരാം. ബാരിക്കേഡിന്റെ അപ്പുറത്തോട്ട് പോകണ്ട. ഇവിടെ തന്നെ ചോദിച്ചാൽ മതി ആരുടെങ്കിലും കയ്യിലുണ്ടോ എന്നുള്ളത്. അവർ കൊണ്ട് തരുമ്പോൾ അത് വാങ്ങിക്കുക. അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുക. ധൃതി പിടിച്ചിട്ട് വാങ്ങിക്കരുത്. ബിക്കോസ് നമുക്കറിയാലോ അവർ സാധനം തരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വാങ്ങിക്കുക, തിരിച്ചു വരാം. സോ വരാൻ നേരത്ത് ആദ്യം വരുന്ന ആള് ഇവിടെ നിൽക്കാം. 2, 3, 4, 5, 6, 7 ആ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ആളായിരിക്കും ഔട്ട് ആവുക. ഗെയിമില് സംശയം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കൂ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു വരണം. ആദ്യം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട സംഭവം, നിങ്ങൾക്ക് ചാടി കയറാനോ ഇറങ്ങാനൊക്കെ ഓക്കെ ആണെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. കൈകാലം തൊടിക്കരുത്. ശരി. അപ്പൊ ആദ്യം നിങ്ങൾ കൊണ്ടുവരേണ്ടത് പേന. ബാരിക്കേഡ് തുറക്കരുത്. ആരെങ്കിലും തരാം. ഓ എന്റെ 1, 2 അപ്പുറത്ത് 2, 3. അടുത്ത ആള് വേഗം ആട്ടെ. ഓടിവാ 4, 5 വേഗം 6. ഓക്കെ. 7. അല്ല വേണ്ട. എന്തായാലും വാങ്ങിച്ചോ, തന്നല്ലേ. എന്നിട്ട് വാ. എന്നിട്ട് ആ വഴി പോവാം. വാ. എന്തൊരു സ്നേഹമാണ്. അറിയുന്ന ആൾക്കാരാണ് അവര്. ഏയ് ഓയ് ചോയ് എന്നൊക്കെ അവര് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കട്ടെ. ശരി. അപ്പൊ നമ്മള് ലാസ്റ്റ് വന്ന് നിങ്ങൾ ആളായതുകൊണ്ട് തന്നെ ഔട്ട് ആവാണ്. ഇനി അടുത്തത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ്. നമ്മളിടുന്ന ബെൽറ്റ് അവരവരുടെ ബെൽറ്റ് ഊരാൻ പറ്റില്ല. ബാക്കിയുള്ളവരുടെ ബെൽറ്റ് ഊരി കൊണ്ടുവരാ. എന്നിട്ട് അതേപോലെ തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി. 1, 2, 3, 4, 5, 6,
തിരിച്ചു കൊണ്ടേ കൊടുത്തോ. ഓക്കെ, ബെൽറ്റൊക്കെ കൊണ്ടേ കൊടുത്തോ. നിങ്ങൾ അവരോടൊക്കെ നന്ദി പറയണം കേട്ടോ. റെഡി? 2 3 4 5 6. ശരി, അടുത്തത് നിങ്ങൾ കൊണ്ടുവരേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാൻഡ് സാനിറ്റൈസർ. ഹാൻഡ് സാനിറ്റൈസർ. 1 ചാടിക്കോ. 2 ശരി. 3 4 5 വാ, ഓടി വാ. വന്നോ? യെസ്, ഔട്ടായിരിക്കും. ഇനി എല്ലാവരും ഹാൻഡ് സാനിറ്റൈസർ ഒന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഹാൻഡ് സാനിറ്റൈസർ ചെയ്ത് 2 കൈയും. എന്നിട്ട് ഇനി ബാക്കിയുള്ളവർ കൊണ്ടേ കൊടുത്തോ. ശരി, അപ്പൊ ഇനി നമുക്ക് 5 പേരായല്ലേ? ശരി, 1 2 3 4 5. ഇതിലൂടെ പോവും, ഇതിലൂടെ കയറുന്നു. നല്ല നേർച്ചയുണ്ടോ? നല്ല ആവശ്യമുണ്ടോ? സ്റ്റെപ്പിൽ കൂടി കയറിക്കൂടെ? ഇനി നിങ്ങൾ കൊണ്ടുവരേണ്ടത് 5 dirhams. 5 dirhams. 5 dirhams. 1 വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. ആരും എത്തിയിട്ടില്ല. 1 എത്തി. 2 എത്തി. 3 എത്തി. 3 4 എത്തി. അയ്യോ, ഞാൻ പറഞ്ഞു അതിൽ കൂടി ഓടിവാന്ന്. ആ ചാടുന്ന സമയം കൊണ്ട് ഈ ചേട്ടൻ ഓടിക്കറി. എല്ലാരും കയ്യിൽ നിന്ന് കാണിച്ച് 5 തന്നെയാണോ നോക്കട്ടെ. ഔട്ട്. ശരി ശരി. അപ്പൊ 5 dirhams കൊണ്ടേ കൊടുത്തിരുന്നത്. കൊണ്ടുവരുന്നത് എല്ലാവരുടെയും കയ്യിലുണ്ടോന്ന് എനിക്കറിയില്ല. പറയാം. ലിപ്സ്റ്റിക്. 1 എത്തി. അടുത്ത 2 3. ഓക്കെ, എല്ലാവരും കൈ കാണിച്ച്. അത് ലിപ്സ്റ്റിക് ആണ്. ഇത് ലിപ്സ്റ്റിക് ആണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത്. അതും ലിപ്സ്റ്റിക് തന്നെയാണ്. ശരി, കൊണ്ടേ കൊടുത്തോ. ഞാൻ ആരെ ഔട്ടാക്കുന്നില്ല. ഇനി അടുത്തൊരു റൂള് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ്. എല്ലാവരും സ്റ്റെപ്പിൽ കൂടി പോവും, സ്റ്റെപ്പിൽ കൂടി തിരിച്ചു വരും. അല്ലെങ്കിൽ നിങ്ങൾ സ്ലൈഡ് ഇതൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴല്ലോ എനിക്കങ്ങ് നിശ്ചയിക്കാൻ പറ്റുന്നില്ല ഞാൻ ആരെ പുറത്താക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്സിലൂടെ തന്നെ പോവാ, സ്റ്റെപ്സിലൂടെ തന്നെ വരും കേട്ടോ. ഓക്കെ, പക്ഷെ നല്ലൊരു സംഭവം കൊണ്ട് സേഫ്റ്റി പിൻ. ഓടിക്കോ. സേഫ്റ്റി പിൻ. 1 2 3. ഓടിവാ. ചാടിവാ. 4. ഔട്ട്. ശരി, കൊടുക്കണ്ടേ? സ്വന്തം ഭാര്യയുടെയാണോ? അതാണ്. കുറച്ചും കൂടി 2 റൗണ്ട് കൂടി ഓടിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണം വലിയ സമ്മാനം കൊണ്ടുപോകാം. ഓക്കെ, റെഡി? ശരി, എന്താ കൊടുക്കാം? ശരി, യുഎഇയിലെ ദിറംസ് അല്ലാതെ മറ്റേതെങ്കിലും കറൻസി. ഓക്കെ, 1 2. നാട്ടിലെ ഡോളേഴ്സ് വിട്ടേ കുഴപ്പമില്ല. അതല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന് ഇത്രയും കറൻസി കളക്ഷൻ ഒക്കെ പേഴ്സിന്റെ അകത്താണോ? അപ്പൊ താങ്ക് യു. ഇപ്പൊ 2 പേരല്ലേ ഇനിയുള്ളൂ. ഇതും ഭാര്യയുടെ ആണോ? അത് കുട്ടി കൊണ്ട് കൊടുക്കും. ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കും. നമ്മുടെ തന്നെയാണോ? ഓക്കെ, അപ്പൊ നമ്മുടെ തന്നെയാണ് വിട്ടത്. ശരി, അപ്പൊ നിങ്ങൾ 2 പേരായി. എന്തോ
ബോത്ത് വിന്നേഴ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കണം, അതിന്റെ ഒരു സുഖം വേറെയാണ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാധനം തരണമല്ലോ. ലുലുവിന്റെ അകത്തുനിന്നൊരു സാധനം ആയാലോ? ശരി, ലുലു ഒന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ളതിന്റെ റെസീപ്റ്റ്. ലുലുവിന്റെ റെസീപ്റ്റ്, ലുലു റെസീപ്റ്റ് മാത്രം. ആദ്യം വന്ന ആള് ചെറുതായിട്ടൊന്ന് എന്തോ ആലോചിച്ച് പോയോ എന്നൊരു സംശയമില്ലാണ്ടില്ല. ലുലു തന്നെയാണോ? നോക്കട്ടെ. ആ, ലുലു ആണ്. ഓക്കെ, എന്താ ലുലു ആണോ? അയ്യോ, ഇതെന്തെന്നത്? ചുരുട്ടിക്കൂട്ടി ആരോ പറ്റിച്ച് കൊണ്ടേ കൊടുത്തേരാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ വിനർ വിഷ്ണു. വിഷ്ണു, ഇത് വെറുതെ കിട്ടിയില്ല, അധ്വാനിച്ച് കിട്ടിയതാണ് വിഷ്ണു. വീട് ചെല്ലുമ്പോ മാസ്ക് ഊരിക്കോട്ടെ എന്നാ. മാസ്ക് ഊരിനോ? അന്ന് ഊരിക്കോ, ഫോട്ടോ എടുത്തോ, ഊരിക്കോ. ശരി, കൺഗ്രാറ്റുലേഷൻസ്. എന്നും ഇത് നോക്കിയിട്ട് ചിരിക്കണം കേട്ടോ, ഈ ഗിഫ്റ്റ് നോക്കിയിട്ട്. പുള്ളി ഇങ്ങനെ അഭിമാനത്തോടുള്ള ചിരി. ശരി, അതാരാ കൊടുത്തേ? ഓക്കെ, ശരി, നമുക്കിനി അടുത്ത ഗെയിമിലേക്ക് പോവാം. തട്ടി അവിടേക്ക് ഇടാമോ? ഓക്കെ, കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടോളൂ. പക്ഷെ ഭർത്താക്കന്മാരും മാസ്ക് യൂസ് ചെയ്യും. കണ്ണിലോട്ട് വരും, കണ്ണ്. ഓക്കെ, കണ്ണ് മൂടാം രണ്ടുപേരും. മുകളിലേക്ക് നോക്കാം, താഴെ നോക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് ഡയറക്ഷൻ തരും, അത് കേട്ട് നിങ്ങൾ ബലൂൺ പൊട്ടിക്കണം. പക്ഷെ ഒരു കപ്പിളിന് ഒരു കളറേ പാടില്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഏത് കളർ വേണം എന്നുള്ളത്. ഏത് കളറാണ് ചൂസ് ചെയ്യുന്നത്? ഗ്രീൻ. എന്താ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ഷൈനി ആൻഡ് പ്രതീഷ്. സോ ഷൈനി ആൻഡ് പ്രതീഷ് ഗ്രീൻ ബലൂൺ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ശരി, നിങ്ങളുടെ പേര്? ഭർത്താക്കന്മാരെ പൊട്ടുപോകും. കയ്യില് ബലൂൺ എടുക്കുക, പൊട്ടിക്കുക. പക്ഷെ പൊട്ടിക്കണമെങ്കിൽ അവര് പറഞ്ഞു തരും. അവര് പറയുന്ന ഡയറക്ഷനിൽ നിങ്ങൾ നടക്കുക, അവർ പറയുന്ന അനുസരിച്ച് പൊട്ടിക്കുക. റെഡി? ഒരെണ്ണം റോങ് ആയിട്ട് പൊട്ടിച്ചാൽ ഔട്ടായി പോകും. ഒരെണ്ണം റോങ് ആയിട്ട് കളർ പൊട്ടിച്ചാൽ ഔട്ട് ആവും. ഷൈനിയുടെ കളർ ഗ്രീൻ ആണ്, നിമ്മിയുടെ കളർ പേർപ്പിൾ ആണ്. സോ രണ്ടുപേരുടെ ഒരു നിങ്ങൾ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കാൻ പാടില്ല. ജസ്റ്റ് സേ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, കുനിയ്, ഇടുക്ക്, പൊട്ടിക്ക്, ഇങ്ങനെല്ലാം ഉപയോഗിക്കാം. പേര് പറയാനേ പാടില്ല. ഉറക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് കേൾക്കാനും പറ്റുമോ? ഇതിന് ഭംഗിയായിട്ട് ഇങ്ങനെ ഞാൻ മാസ്ക് താഴെ കണ്ടിട്ടില്ല. ഓക്കെ, ശരി. പ്രതീക്ഷ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരാം. 1, 2, 3. ശരി, അയ്യോ, ഇങ്ങോട്ട് വരോ? ഇങ്ങോട്ട് കുറച്ചൊന്ന് ഇങ്ങോട്ട് വരോ? ഇങ്ങോട്ട് കുറച്ചൊന്ന് ഇങ്ങോട്ട് വരോ? ഇങ്ങോട്ട്. അത് മതി, അങ്ങോട്ട്. അത് മാത്രം എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. അങ്ങോട്ട് പൊട്ടിച്ചോ, എടുത്തോ.
താഴത്തോട്ട് വീഴോ, മുന്നോട്ട് പോവോ, പറയാനുള്ളതൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം. ആ കൊച്ച് വെരി ഗുഡ്. അങ്ങനെ നമ്മുടെ ഈ ബലൂൺ പൊട്ടിക്കൽ, ആ ബലൂൺ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചോട്ടെ. വെരി ഗുഡ്. അങ്ങനെ നമ്മുടെ ബലൂൺ പൊട്ടിക്കൽ പിന്നെ ഷൈനി ആൻഡ് പ്രതീഷ്. Congratulations. മാർക്കൂരിക്കോ. അടുത്തത് നമുക്കൊരു 10 ആണുങ്ങൾക്ക് വരാം. 10 ആണുങ്ങൾക്ക് വരാം. ഇത് ഓടേണ്ട ഗെയിം അല്ല, വെറുതെ നിന്ന് കളിക്കേണ്ട ഗെയിം. 10 പേർക്ക് വരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ടീം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത് മനസ്സിലായില്ലേ? ഈ കൊതിക്കുന്നൊക്കെ എന്ത് ഗെയിം? എറിഞ്ഞ് അതിന്റെ ഉള്ളിൽ വീഴ്ത്തണം. ഞാൻ ഇവിടെ തിരിച്ചു വെച്ചോ. റെഡി? നിൽക്കേണ്ട പൊസിഷൻ, ഈ ഇദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ. ഓക്കെ? 10 പേനുണ്ട്. എല്ലാവർക്കും 10 ട്രൈ ഉണ്ട്. എത്ര പേന അതിന്റെ അകത്ത് നിൽക്കുന്നു അതനുസരിച്ച് വിന്നർ. സിമ്പിൾ. റെഡി? അപ്പൊ ആദ്യം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പേരെന്താ? നിജാസ്. ശരി നിജാസ്, ഓൾ ദ ബെസ്റ്റ്. 10 പിടിച്ചോ. ഓക്കെ, സെന്ററിൽ പോയിക്കോ. ഇവിടെ ഒന്ന് നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തരാം. വാ ഇവിടോ. ആ ഇവിടെ ഒന്ന്. ഓക്കെ, സെക്കൻഡ്. ഈ ലൈനിന്റെ ബാക്കിലേക്ക്. അല്ല, ആദ്യം ഓടാം. ഇവിടെ നിന്ന് കാർ ക്രോസ് ചെയ്യാൻ പാടില്ല. ഇത് ലാസ്റ്റ് ലൈൻ കേട്ടോ. ശരി, റെഡി? ആ എയിം. പറ്റും. ഓ എന്റെ അമ്മോ. ആ 3. എന്റെ അമ്മ ചെയ്യും. ആ 4. പറ്റും. സിമ്പിളാ. ആ അതെ, പെൻ ഹോൾഡർ ഉണ്ടോ? അതാണ് നമ്മൾ ഇടുന്ന സ്ഥലം കേട്ടോ. അടുത്തത് ഒന്നുകൂടി കുറച്ചും കൂടി ഒന്ന് പൊക്കി വെച്ച. ഓ അമ്മേ. സോറി, ഇതെനിക്ക് തേർഡ് അമ്പയറിന്റെ അടുത്ത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പൊസിഷനിൽ നിന്നാൽ അത് ഇന്നാണോ ഔട്ടാണോ? ഔട്ടല്ലേ? ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് എന്ത് പറയുന്നു? ഇത് കൊടുക്കണോ കൊടുക്കണ്ടേ? ഓക്കെ, കൊടുത്തോ എന്ന് പറഞ്ഞാൽ കൈയടിക്ക്. കൊടുക്കണ്ടാത്തൊരു കൈയടിച്ചേ. ആ അപ്പൊ കിട്ടി. ഓക്കെ, 1. അടുത്തത്. ഓക്കെ, 2 എണ്ണം. അവരവരുടെ സ്കോർ ഓർത്ത് വെക്കണം. റെഡി? തുടങ്ങിക്കോ. തുടക്കമല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും? പിന്നെ അവിടെ പോവാ നമ്മളങ്ങോട്ട് ഭയങ്കര സംഭവം. 4. അയ്യപ്പോ. പറ്റും. ഫസ്റ്റ് പേന കൊളാക്കുന്നു. ഓക്കെ. അയ്യോ, ഒന്നും കൂടി ഉന്നം പിടിച്ചിട്ടെറിഞ്ഞു. അതിനെ എന്താണ് കൊല്ലാൻ പോണ പോലെ അറിയാതെ പതുക്കെ. അതെ, ഗെയിമിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എറിഞ്ഞ് തീർക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് വീഴ്ത്തുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാക്കി തകയെന്ന് പറഞ്ഞ സമാധാനം. റെഡി? പേരെന്താ? ഇബ്രാഹിം. ശരി, ഇബ്രാഹിം എറിഞ്ഞു നോക്കട്ടെ. പണ്ട് എറിഞ്ഞ മാവിലെ മാങ്ങയൊക്കെ ഓർത്തെറിയേ. എത്ര മാങ്ങ വീണു?
ശരി എറി. ആ പറ്റും. എനിക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വേണ്ടതാണ്. ഒന്നുകൂടി എറിഞ്ഞു നോക്ക്. അതേപോലെ തന്നെ, അതേപോലെ. ശരി ശ്യാംസുദി എറിഞ്ഞോ. 1 2 7 8. ഓരൊക്കെ അടുത്തത്. ഇത് 3 വീണുണ്ടല്ലോ. ഈ 2 നമുക്ക് ഔട്ടാക്കാം. വേഗമായിപ്പോ. ഓ ഓക്കെ. ലാസ്റ്റ് എറിഞ്ഞോ. അപ്പൊ ഇപ്പൊ ഔട്ട്. എറിഞ്ഞു നോക്കൂ. ഓക്കെ ഓക്കെ. അമ്മേ എല്ലാം കൊള്ളുന്നുണ്ട്. 3 നമുക്ക് വേണ്ടത്. 4 5 ആയിക്കോട്ടെ. എറിഞ്ഞോ. ഓക്കെ ഓക്കെ. മജു. ഓക്കെ മജു 4. അതിൽ കുറവ് നമുക്ക് വേണ്ട. എറിഞ്ഞോ. 1 2. ലാസ്റ്റ് ആളാണ്. ആരില്ല. ശരി നമുക്ക് കൂടി ഒന്ന് നോക്കാം അല്ലെ. നമ്മൾ ശ്രമിച്ചില്ലെന്ന് വേണ്ടല്ലോ. എന്താ പേര്? കൃഷ്ണനുണ്ണി. ശരി കൃഷ്ണനുണ്ണി എന്ന് നോക്കാം. മെല്ലെ അറിയില്ല. ഇല്ല ഇല്ല. പറ്റും. ഓക്കെ. മനസ്സ് വെച്ചാൽ 3 എടുക്കാം. നമുക്ക് ഗിഫ്റ്റ് വീട്ടിൽ കൊണ്ടുപോവാം. സോ നിങ്ങൾ തമ്മിലാണ് ഇനി മത്സരം നടക്കാൻ പോകുന്നത്. അല്ലത് മുറിച്ചെടുക്കാൻ പറ്റില്ല, പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഞാൻ ഷോൾഡർ പറയുമ്പോൾ രണ്ടുപേരും ഷോൾഡറിൽ കൈ വെക്കുക. നീ പറയുമ്പോൾ മുട്ടിൽ വെക്കുക. ഫീറ്റ് പറയുമ്പോൾ താഴെ കാലിൽ തൊടുക. ഹെഡ് പറയുമ്പോൾ ഹെഡിൽ വെക്കുക. 2 കൈയും വെക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാപ്പ് എന്ന് പറയും. അപ്പോൾ ക്യാപ്പ് ഗ്രാബ് ചെയ്യുക. ആദ്യം ആരാണോ ക്യാപ്പ് എടുക്കുന്ന ആളാണ് വേണ്ടത്. റെഡി? ഹെഡ്, ഷോൾഡർ, നീ, ഫീറ്റ്, നീ, ഷോൾഡർ, ഹെഡ്, ഷോൾഡർ, നീ, ഫീറ്റ്, ഷോൾഡർ, ഹെഡ്, ഷോൾഡർ, ഫീറ്റ്, നീ, ഹെഡ്, ഷോൾഡർ, ക്യാപ്പ്. അതെന്തായാലും വലിയ ഡൗട്ടൊന്നും ഇല്ലാതെ തന്നെ വിജയായിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. പേരെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്? രതീഷ്. കൺഗ്രാറ്റുലേഷൻ. ഇല്ല പൊട്ടില്ല. എന്താ കണ്ടത്? സോറി, നമുക്കിപ്പോ കോവിഡ് ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണ്ടേ? പ്ലേറ്റ്സില് ഇതുപോലെ M&M ഇട്ട് തരും. ഓക്കെ, M&M ചോക്ലേറ്റ്സില് പല ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടല്ലോ. ഓരോ കളേഴ്സും സോർട്ട് ചെയ്യണം. അതായത് ഗ്ലാസ് വെച്ചൊരു ഫ്രണ്ടില് ഓരോ ഗ്ലാസ്സിലും, ഒരു ഗ്ലാസ്സിൽ യെല്ലോ കളർ മാത്രം, ഒരു ഗ്ലാസ്സിൽ റെഡ് കളർ മാത്രം, ഒരു ഗ്ലാസ്സിൽ ഗ്രീൻ, ഒരു ഗ്ലാസ്സിൽ അങ്ങനെ. ഓക്കെ, ഇവരുടെ അമ്മമാരുണ്ടോ ഇവിടെ? അതാത് മക്കളുടെ അമ്മമാരൊന്ന് ജസ്റ്റ് വരാമോ? അമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ചെയ്ത് തുടങ്ങട്ടെ. 3 സ്റ്റാർട്ട്. വേഗം. ശരി, കപ്പിൾസ് വേണം. കപ്പിൾസ് ഇല്ലേ? ഓക്കെ, 5 കപ്പിൾസ്. ഇതുവരെ സ്റ്റേജിലേക്ക് വരാത്ത 5 കപ്പിൾസ് വരാം. അതിൽ നിന്ന് ഒരു ബണ്ണെടുത്തോ. വിശക്കുണ്ടെങ്കിൽ ഒന്നേ തരാനൊക്കെ നോക്കിയുള്ളൂ. വെള്ളമൊന്നുമില്ല, വെള്ളം കുടിക്കരുത്. ബണ്ണാഗ്രഹമുണ്ടല്ലേ? എന്നാ കുറച്ച് പരിപ്പോടെയും കൂടി ആയാലോ? നിങ്ങളിൽ ഒരാള് ഈ ബണ്ണ് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കരുത്.
വായിൽ വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു സിനിമയുടെ പേര് കാണിച്ചു. ആ സിനിമ പേര് നിങ്ങൾ പറയണം. അത് കേട്ട് നിങ്ങളുടെ പേര് ആ സിനിമ പേര് കണ്ടുപിടിക്കണം. That's it. ബൺ വെച്ചിട്ട് മാസ്ക് ഇടുക. ഓക്കെ? ബൺ കഴിക്കാൻ പാടില്ല. ബൺ കഴിക്കാൻ പാടില്ല. എന്തോ അല്ല, മൊത്തം ബണ്ണും വായിന്റെ അകത്ത്. അപ്പൊ ബണ്ണിങ്ങനെ മുറിച്ച് 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 വായിന്റെ അകത്തേക്ക് വെക്കാം. എന്നിട്ട് മാസ്ക് വെച്ചതിന് ശേഷം സിനിമ കഥ, നമ്മുടെ സിനിമയുടെ പേര് പറയും. ആരാണ് ബൺ വെക്കുന്നത്? ഓക്കെ, വെച്ചോളൂ. ഇപ്പഴേ വെക്കല്ലേ, ഇത്രയും വെച്ചോ. അല്ലാതെ കഴിച്ചോ, കഴിച്ചോ, കുഴപ്പമില്ല. പോട്ടെ. വെള്ളം വേണം, സോഡ ഒന്നും കൊടുക്കാറില്ലേ വീട്ടില്? വല്ലാത്ത വിശപ്പ്. ഓക്കെ, ഒരു കാര്യം ചെയ്യണം, ലാസ്റ്റ് പോയി നിന്നോ. മണ്ണൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോരാ. ശരി, ഓക്കെ, വരൂ. ഇവിടെ നിൽക്കൂ. അവിടെ നിൽക്കൂ. പറയുന്ന ആളല്ലേ? മാസ്ക് മാറ്റും. ഫുൾ മണ്ണ് വായിന്റെ അകത്ത് വേണം. വിഴുങ്ങാൻ പാടില്ല, കടിച്ച് കഴിക്കാനും പാടില്ല. സ്റ്റഫ് ചെയ്യാം. അല്ലാതെ പറ്റും, ഉള്ളിലോട്ട് കുത്തി കയറ്റി. നോക്കട്ടെ. അല്ല, അജി പറ്റും പറ്റും പറ്റും. കണ്ടത് അവിടെ എല്ലാരും പറയുന്നുണ്ട്, പറ്റും. ആ, ഉള്ളിലേക്ക് മാസ്ക് മാറ്റി വെച്ചോ. ഞങ്ങൾക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ്. എനിക്ക് പേരെന്താ? മാത്യു. അപ്പൊ ഒരു പണി മാത്യു. മെജോ. അപ്പൊ 2 പണി കൂടി വെക്കാം. സ്ഥലമുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, റെഡിയാണോ? കാണിച്ചു തരാം, അതന്നെ പറയണം കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ സിനിമയുടെ പേര് പറയുമ്പോ രണ്ടാമത്തെ ഉണ്ടോ? നിങ്ങൾ അടുത്തോട്ട് വരണ്ട, ദൂരെ നിന്ന് പറഞ്ഞാൽ മതി. അല്ല, മുട്ട. ഇതാരാ? മൈക്ക് അടുത്ത്. അതന്നെ അതന്നെ. അതന്നെ, അതൊട്ടടുത്തേക്ക്, അതിന്റെ അടുത്തേക്ക് പോ. ചിന്തിച്ചു നോക്ക്. നിങ്ങൾ എന്തിനീ അടുത്തേക്ക് വരുന്നത്? നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിന്നൂടെ? പറഞ്ഞു 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 ഇവിടെ എത്താറായി. 2 1 സ്റ്റോപ്പ്. മതി, ആ ബൺ കഴിച്ചോ. തോറ്റ് പൊക്കോ. എന്താന്ന് പറഞ്ഞു കൊടുത്തേ? കഴിച്ചിട്ട് പറഞ്ഞാൽ അത്. അയ്യോ പാവം. ഇനിയും കുരുക്ഷേത്രം. ഇനിയും കുരുക്ഷേത്രം. വീട്ടില് സിനിമയുടെ പേര് കണ്ടോ? ദൂരെ ദൂരെ. ലൗഡായിട്ട് ആ കുട്ടിയുടെ അടുത്താണോ പറയണേ? പണ്ടും വെച്ച് ഓരൊക്കെ പറഞ്ഞത് പറ. അയ്യോ, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിമിഷങ്ങൾ. ശരി, മാറി മാറി. അടുത്താണ്. അഭയം തേടി.
കറക്റ്റ്. 2 ബണ്ണാക്കിയായിരുന്നു. പൊക്കോ. ശരിയാവണം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. എല്ലാവരും കറക്റ്റ്. ഇനി ആരല്ലേ? ആ അടുത്ത റോഡ് ഷോ ടി വി ഞാൻ കളിക്കില്ല. നേരം പോലൊരു ഫോൺ കേട്ടോ. കറക്റ്റാണ്. സ്റ്റാർട്ട്. രണ്ട് ബണ്ണിലുള്ള ഗ്യാപ്പുള്ള വായാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി, ഞാൻ ജയിക്കേണ്ട തോറ്റോട്ടെ എന്ന് വിചാരിച്ചതാ. കാരണം ഇനി അടുത്ത റൗണ്ടാണ് പ്രശ്നം. ആ ബാ, ഞാൻ പറഞ്ഞുതരാം. തുടങ്ങിക്കോ. ഇതിപ്പോ എനിക്ക് വിന്നറിനെ പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മുടെ അടുത്ത റൗണ്ടാണ്. ഈ ഗെയിമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്ക് വൈഫിന്റെ കൈ കൊടുക്കും. ഹിറ്റ് 96.7 FM മാക്സിമം നീട്ടി വിളിക്കാം. അത്രയേ ഉള്ളൂ കുട്ടിയുടെ ജോലി. താങ്കളുടെ ജോലി ആ വിളിക്കുന്ന അത്രയും നേരം എത്രത്തോളം പുഷപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവം. വല്ല ആവശ്യമുണ്ടോ? തോറ്റു പോയി കൂടെ ഞാൻ മനസ്സിലാ ചതേ പാവം തോറ്റു പോയിരുന്നെങ്കിൽ ഇനി അടുത്ത ബുദ്ധിമുട്ട് അറിയണ്ടല്ലോ. നമ്മൾ നോക്കുമ്പോ ഭംഗിയായിട്ട് നേരം എന്തായാലും മിഴുനീർ പൂവുകൾ. ശരി, റെഡി? എത്രത്തോളം പേരെന്താ? നിഞ്ചു എത്രത്തോളം നീട്ടി വിളിക്കുന്നു അത്രയും തവണ പുഷപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പുഷപ്സിന്റെ നമ്പർ അനുസരിച്ചാണ് വിന്നർ എടുക്കണത്. അതായത് നീട്ടി വിളിക്കാം. ആ നീട്ടി വിളിക്കുന്ന അത്രയും നേരം 96.7 FM എന്ന് വിളിച്ചോ. ഇഷ്ടമുള്ള പോലെ വിളിച്ചോ. FM എന്ന് അവസാനിക്കണം. ഹിറ്റ് FM തന്നെ വിളിക്കണം. ഓക്കെ, മൈക്ക് അടുത്ത് പിടിച്ചിട്ട് കാരണം ഞാൻ കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കറക്റ്റ് ആണോ ഇത് പുഷപ്പ് എന്നുള്ള പറഞ്ഞ? പുഷപ്പിന്റെ ഒരു രീതി ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ആ ചെസ്റ്റ് താഴെ പോണം, എന്നിട്ട് മുകളിലേക്ക് വരണം. റെഡി? തുടങ്ങിക്കോ. 1 2 3 4 5 6 7 8 ഒരു സെക്കൻഡ് ഭർത്താവ്, ഒരു സെക്കൻഡ്. നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനല്ല, ഒറ്റയടിക്ക് വിളിക്കണം. ആ വിളിക്കണത് മാക്സിമം ശ്വാസത്തിൽ വിളിക്കണം. വെറുതെ പോയി, ഐ ആം സോറി. റെഡി? കം ഓൺ. ഞാൻ പറയുമ്പോ തുടങ്ങിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 നിർത്തിക്കോ 13 തവണ. ശരി, ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13. സെക്കൻഡ് നമ്മളുള്ള ബ്രേക്ക് ടൈംസ് അല്ല ഉദ്ദേശിച്ചത്. ഇത് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പുഴുണ്ടോ ബ്രേക്ക് ഡാൻസ് വരുന്നു കഴിഞ്ഞ വർഷം. അയ്യോ, പണ്ട് നാട്ടിൽ കാണുന്ന ചൊവ്വയും കൂടിട്ട് അതേ സംഭവം മനസ്സിലായി. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ മനസ്സിലായത്. അത് മതി. റെഡി? അത് കുഴപ്പമില്ല, അതാ അല്ല അറിയാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 12 കുട്ടി ചിരിയിലോട്ട് മാറി. ഇനി ചെയ്യാൻ പറ്റില്ല. വേറെ ഉണ്ടോന്നോ? അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 13 എത്തിച്ചിരുന്നെങ്കിൽ തയ്യെങ്കിലും ആക്കാൻ പറ്റില്ല. ഇനി അടുത്തതാരാ? യെസ്, റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. സ്റ്റോപ്പ്. പാവാണ്, നന്നായി ചെയ്തായിരുന്നു. പക്ഷെ വൈകി ശ്വാസം കൂട്ടിപ്പോയി. അപ്പൊ 13 അവിടെ ഫ്രണ്ടിലേക്ക് വാ. കൺഗ്രാറ്റുലേഷൻസ്. Congratulations!
ശരി